ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം വായിച്ച് കേൾക്കാം. ഉത്തമഗീതം 6:10. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. നാം വായിച്ച വേദഭാഗം അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആര്. വളരെ മനോഹരമായൊരു വാക്യമാണിത്. വളരെ മനോഹരമായ വാക്യം. നിങ്ങൾക്കറിയാം, ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകം പാട്ടുകളുടെ പാട്ടാണ്. സോങ് ഓഫ് സോങ്സ്, പാട്ടുകളുടെ പാട്ട്. ഏറ്റവും ശ്രേഷ്ഠമായ പാട്ടാണിത്. ഇത് മനോഹരമായൊരു കവിതയാണ്. ഒരു മിസ്റ്റിക് കാവ്യമാണ്. മിസ്റ്റിസം എന്നൊക്കെ പറഞ്ഞാൽ സാഹിത്യം അറിയാവുന്നവർക്ക് മനസ്സിലാകും. മിസ്റ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായി ബന്ധത്തെ കാണിക്കുന്ന കാവ്യം. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന കാവ്യം. പരമാത്മാവ് ദൈവം, ജീവാത്മാവ് മനുഷ്യൻ. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായി ബന്ധം. നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴത്തിൽ വിളിക്കുന്നു എന്ന് തിരുവനന്തപുരത്ത് വായിക്കുന്നു. നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ, നീർച്ചാട്ടം, നിൻ്റെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴത്തിൽ വിളിക്കുന്നു. ബൈബിളിൽ കാണുന്നത് ആഴി വിളിക്കുന്നതാണ്. ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്. മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ വിളിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ വിളിക്കുന്നു. ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്. ആഴത്തിൽ വിളിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായി ബന്ധം. ദൈവം മനുഷ്യനെ വിളിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നു. ദൈവം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദാഹിക്കുന്നു, മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു. ദാഹം, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ വിളിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ മാടി അടുപ്പിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ പരിവേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും അനയിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. ചില അതിശയങ്ങൾ. എന്ത് അതിശയമാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എന്ത് അതിശയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്? എന്ത് അത്ഭുതമാണ് നിങ്ങൾക്ക് വേണ്ടത്? വെറും ഒരു സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകളല്ല, വെറുതെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളല്ല. ഇത് സത്യമായും നിങ്ങൾ ഏതാനും സമയം കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കും. കാരണം യേശുക്രിസ്തു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരുന്നു എന്നുള്ളതുകൊണ്ടോ ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ടോ നിങ്ങൾക്ക് പ്രയോജനമില്ല. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. യേശുക്രിസ്തു വന്നാൽ. ക്രിസ്തു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. വേദപുസ്തകത്തിലെ വാക്യമാണത്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ദൈവം യേശുക്രിസ്തു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. പേഴ്സണലായിട്ടൊരു കോളാണ്, വ്യക്തിപരമായൊരു ആഹ്വാനമാണ്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും കാണുകയാണ്, നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ സമീപിക്കാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തോട് നിങ്ങൾക്ക് നിലവിളിക്കാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ മാടി അടുപ്പിക്കുന്നു. അനുഗ്രഹമായൊരു ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് വായിച്ചത്? അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളൊരിവൾ ആര്. ദൈവത്തിന് സ്തോത്രം. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? അത് ശൂലേമി എന്ന് പറയുന്ന ഒരു കന്യകയെക്കുറിച്ചാണ് പറയുന്നത്. അവളുടെ ജീവിതത്തിൽ അവൾ ബാല്യകാലത്ത് തന്നെ ഒരു ഇടയ യുവാവുമായി പരിചയപ്പെട്ടു. അത് കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ ഇടയൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹം പ്രതീക്ഷിച്ച് അവൾ കടന്നു വന്നു. ഇടയൻ അവളെ സ്നേഹിച്ചു, അവൾ ഇടയനെയും സ്നേഹിച്ചു. ആട്ടിടയനാണ്. കാനനച്ചോലകളിൽ ആട് വയ്ക്കാൻ നടക്കുന്ന ഒരാട്ടിടയൻ. ഈ ആട്ടിടയനെ കാണിക്കുന്നത് മിസ്റ്റിക് പോയിട്രി എന്ന് പറയുന്നത് അത് സിംബോളിക്കാണ്. എന്താണ് സിമ്പൽ? ഈ ഇടയൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സിമ്പലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. ഈ കന്യക, ശലോമി എന്ന് പറയുന്ന കന്യക നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ വിശ്വാസിയുടെയും അടയാളമാണ്, സിമ്പലാണ്, പ്രതീകമാണ്. നാം ഓരോരുത്തരും എങ്ങനെ ജീവിക്കുന്നു എന്ന് ഈ ഇടയൻ നോക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഇടയൻ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇടയൻ കാണുന്നുണ്ട്. എല്ലാം കാണുന്നു. നല്ല ഇടയനായ കർത്താവായ യേശുക്രിസ്തു നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. നാം ഓരോരുത്തരും ആ മണവാട്ടിയാണ്. നിങ്ങൾക്ക് ഇതിനകം അത് ചില കാര്യങ്ങളിലും പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ. ദൈവത്തിന് സ്തോത്രം. ഈ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, ആ മണവാട്ടി സഭയെ ചിത്രീകരിക്കുന്നതായ മനോഹരമായ ഗീതമാണ് വിവാഹ ശുശ്രൂഷയിലുള്ളത്. സുന്ദരികളിലെ സുന്ദരി എന്ന് ജാതികളിൻ പുത്രിയായ കന്യകയെക്കുറിച്ച് പാട്ടുപാടുകയാണ്.
അവിടെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന പെൺകുട്ടിയെക്കുറിച്ചല്ല പറയുന്നത്. സഭയാകുന്ന മണവാട്ടി സുന്ദരികളിൽ അതിസുന്ദരിയാണ്, സുന്ദരികളിൽ അതിസുന്ദരി. പാടൂ. സുന്ദരി നീ ജാതികളിൽ സൂനു നൃപതി ശലോമോൻ വിമല സഖേ നിന്നേയാളിപ്പൂ നിന്നദരങ്ങൾ മധുവർഷിക്കുന്നു വസരസുഗന്ധം നീസാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ ശ്രീപായേ വന്ദിപ്പതിനാ രാജാവാം മശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ. തമ്പുരാൻ മണവാട്ടിയെ കാക്കുന്നു, ഈ സൗന്ദര്യയെ കാക്കുന്നു. എന്താണ് സൗന്ദര്യം? വിശുദ്ധിയാണ് സൗന്ദര്യം. വിശുദ്ധിയാണ് സൗന്ദര്യം. സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടതായ ഏറ്റവും നിർബന്ധമായ സ്വഭാവ സവിശേഷത വിശുദ്ധി എന്നുള്ളതാണ്. വിശുദ്ധി, വസന സുഗന്ധം, വസ്ത്രത്തിൻ്റെ നറുമണം. നീസാൻ കുസുമസമം, ശാരോനിലെ പരിനീർ പുഷ്പത്തിന് തുല്യമാണ്. വസനം, വസ്ത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ, ആ സഭ വിശുദ്ധിയുള്ളവളായിരിക്കണം. അവൾ കറ തീണ്ടാത്തവളായിരിക്കണം. അവൾ മാലിന്യം വേശാത്തവളായിരിക്കണം. ഇവിടെ ഈ ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന ശലോമി എന്ന് പറയുന്ന ആ കന്യക, അവൾ വിശുദ്ധിയുടെ പര്യായമായിരുന്നു. കറ തീണ്ടാത്തവളായിരുന്നു. അവളുടെ ജീവിതം വേറെ ആർക്കും വിട്ടുകൊടുത്ത ജീവിതം അല്ലായിരുന്നു. അവളുടെ ജീവിതത്തിൽ അല്പം പോലും അശുദ്ധി പറ്റിയിട്ടില്ല. അവൾ നിർമ്മലയാണ്, അവൾ അകളങ്കയാണ്, നിഷ്കളങ്കയാണ്. അതുകൊണ്ട് ഈ മിശിഹാ തമ്പുരാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്, നിന്നെ മാനിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുകയാണ് എന്ന് പറഞ്ഞാൽ ആലങ്കാരിക ഭാഷയിൽ പറയുന്ന അതിൻ്റെ അർത്ഥം എന്താണ്? നാം ക്രിസ്തുവിനോട് അലിഞ്ഞു ചേരുകയാണ്. ക്രിസ്തു ഒരിക്കൽ വീണ്ടും വരും. ഈ ഭൂമിയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരും. കർത്താവ് വീണ്ടും വരുമ്പോൾ ഈ മണവാട്ടി സഭ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വിശുദ്ധ മണവാട്ടിയായി കടന്നു ചെല്ലേണ്ടതാണ്. ക്രിസ്തുവിനെ എതിരേൽപ്പാൻ മധ്യാകാശത്തേക്ക് പറന്ന് ചെല്ലേണ്ടതാണ് നാം ഓരോരുത്തരും. ഇതെല്ലാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഉണ്ട്, നമ്മുടെ ഗീതങ്ങളിലൊക്കെ ഉണ്ട്. മൃതരെ ജീവിപ്പാൻ എഴുന്നള്ള രാജാവ് മൂകരഴകന്മേൽ ആഘോഷത്തിനായി ഇടുന്നു. നയവാന്മാർ, വിശുദ്ധന്മാർ മാത്രം തൻ മുൻ കൊമ്പിൻനാദം കേട്ടിട്ട്, തൻ്റെ വരവിൻ്റെ മുമ്പിലുള്ള കാഹളനാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് വിശുദ്ധവസ്ത്രം ധരിച്ച് അവന് എതിരേൽപ്പനായി പോയിടുന്നു. നമുക്ക് പാടാറുണ്ടല്ലോ, ഞാനിപ്പോൾ അത് പാടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ മധ്യാകാശം വരെ വരും. മധ്യാകാശം വരെ വരുമ്പോൾ അപ്പോൾ ഇവിടെ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് വിശുദ്ധന്മാർ പറന്നു ചെല്ലും അങ്ങോട്ട് മധ്യാകാശത്തിലേക്ക്. സത്യമാണിതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. എപ്പോഴും ഒരു ദിവസം സംഭവിക്കാൻ പോവുകയാണ്. അന്ന് നാം ഈ ഭൂമിയിൽ നിന്ന് പറന്ന്, ഏതാണ് പറക്കാൻ? ചിറകെന്താണ്? സ്തുതി. സ്തുതിയുടെ ചിറകിൽ നാം പറക്കും. വിശുദ്ധ സ്തുതിയുടെ ചിറകിൽ പറന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരം അങ്ങ് മാറും. ഈ നമ്മുടെ ഇപ്പോൾ ഈ ശരീരം, അതിൻ്റെ രൂപം അത് തന്നെയായിരിക്കും, ഛായ അത് തന്നെയായിരിക്കും. പക്ഷേ ഈ ശരീരം രൂപാന്തരപ്പെടും, മാറ്റം വരും, ആഗമനം മാറും. ഇത് ജീവനുള്ള ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ പറന്നു ചെല്ലുവാൻ സ്തുതിയെന്ന് ആ ഒരു ശ്രേഷ്ഠമായി വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങ് മധ്യാകാശത്തിലേക്ക് പറന്നു ചെല്ലും. വാങ്ങിപ്പോയ വിശുദ്ധന്മാരോ അവർ ഉയർത്തെഴുന്നേൽക്കും, അവരും പറക്കും. കല്ലറകൾ പലതും ശൂന്യമാകും, പല കല്ലറകളും. ഇന്ന് സെമിത്തേരികളിൽ ധാരാളം ശവശരീരങ്ങൾ അടക്കിയിട്ടുണ്ട്. എല്ലാ ശവക്കല്ലറകളും തുറക്കുകയില്ല, എല്ലാ കുഴിമാടങ്ങളും തുറക്കുകയില്ല. എന്നാൽ വിശുദ്ധന്മാരായി വാങ്ങിപ്പോയവരുടെ കുഴിമാടങ്ങൾ തുറക്കും. ദൈവത്തിന് സ്തോത്രം. അവർ ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അതുപോലെ തന്നെ ജീവനോടിക്കുന്ന വിശുദ്ധന്മാരെ രൂപാന്തരപ്പെട്ട് അവരും പറക്കും. നിർമ്മലമായ കന്യകയായിരിക്കണം, നിർമ്മലത്വം പാലിച്ചു കൊള്ളണം, നിഷ്കളങ്കയായിരുന്നു കൊള്ളണം, കറ തീണ്ടരുത്. ദൈവത്തിന് സ്തോത്രം. കറ തീണ്ടാത്തവളാണ്. ഇവിടെ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ ഈ സഭയെക്കുറിച്ച് വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരും ജീവിതം വിശുദ്ധമായിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരും ജീവിതം കറയില്ലാത്തതായിരിക്കണം, ചെളി വെള്ളാത്തതായിരിക്കണം. ചിന്തിക്കൂ നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവ് ഇപ്പോൾ വരികയാണെങ്കിൽ, ഒരുപക്ഷേ അല്ല, ഇന്ന് രാത്രി കർത്താവ് വരികയാണെങ്കിൽ, നാളെ പ്രഭാതത്തിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരികയാണെങ്കിൽ
3 സംഭവം ഉണ്ടാകും. ഒന്ന്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതനായ മീഖായേലിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ഇത് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു മധ്യാകാശം വരെ വന്ന് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരിച്ച വാങ്ങിപ്പോയ അടക്കപ്പെട്ട ശവശരീരങ്ങളിലെ വിശുദ്ധന്മാരുടെ ശവശരീരം മാത്രം ഉയർത്തെഴുന്നേൽക്കും. അതേ ഛായയിൽ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനൊടുക്കിയ വിശുദ്ധന്മാരോ രൂപാന്തരപ്പെട്ട് ആകാശമേഘങ്ങൾ കർത്താവിനെ ധരിപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു മഹാസമ്മേളനം നടക്കും, വിശുദ്ധന്മാരുടെ സമ്മേളനം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സത്യമാണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം. ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമോ? ഞാൻ ആ കൂട്ടത്തിൽ ചെല്ലുവാൻ യോഗ്യത നേടിയിട്ടുണ്ടോ? ഞാൻ വാസ്തവത്തിൽ ഒരു വിശുദ്ധി എൻ്റെ ജീവിതത്തിൻ്റെ കൈമുതലായി എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഇത്രയും കാലമുള്ള ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും, പല വീഴ്ചകൾ വന്നിട്ടുണ്ടാകും, പലതരത്തിലുള്ളതായ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാകും. എല്ലാവർക്കും ഉണ്ട്. ആരും നീതിമാന്മാരല്ല. അനേക തരത്തിൽ, ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും, പലതരത്തിൽ. ചിലത് പരസ്യമായിരിക്കും, ചിലത് രഹസ്യമായിരിക്കും, ചിലത് പ്രവൃത്തിയിലായിരിക്കും, ചിലത് ചിന്തയിലായിരിക്കും. ഏതെങ്കിലും വിധത്തിലെല്ലാം നമ്മിൽ വൈരാഗ്യം ഉണ്ടായിട്ടുണ്ട്, നമ്മിൽ പകയുണ്ടായിട്ടുണ്ട്, വിദ്വേഷം ഉണ്ടായിട്ടുണ്ട്, പരിഹാസം ഉണ്ടായിട്ടുണ്ട്, ആളുകളെ കളിയാക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ളവരെ തുച്ഛീകരിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കറകൾ പലതും പറ്റിയിട്ടുണ്ട്. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കറയെല്ലാം കഴുകി തരുന്ന പുണ്യാഹ രക്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തൊരു മഹാഭാഗ്യമാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തം ചിന്തിയിരിക്കുകയാണ്. ആ തിരുരക്തം നമ്മെ കഴുകുന്നതാണ്, നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. നമ്മെ ശുദ്ധീകരിക്കുന്ന ആ തിരുരക്തത്തിൻ്റെ അത്ഭുത കർമ്മ അനുഭവിച്ചുകൊണ്ട് നാം കഴുകപ്പെട്ടവരായി നാം ആകാശമേഘങ്ങളിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും കറകൾ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇതുവരെയും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ഓരോ അവയവങ്ങളിലും തെറ്റുപറ്റിയിട്ടുണ്ടാകും. നാവിൽ തെറ്റുപറ്റിയിട്ടുണ്ടാകും, കണ്ണിൽ തെറ്റുപറ്റിയിട്ടുണ്ടാകും. അരുതാത്തത് കണ്ടു കാണും, അരുതാത് കാണാൻ ആഗ്രഹിച്ച് കാണും. നാവ് അരുതാത്തത് പറഞ്ഞു കാണും, മറ്റുള്ളവരെ ദുഷിച്ച് കാണും, പരദൂഷണം, അല്ലെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു കാണും. ഒരുപക്ഷെ കുടുംബത്തിൽ തന്നെയായിരിക്കാം, ഭാര്യയെ വേദനിപ്പിച്ച് കാണും, ഭർത്താവിനെ വേദനിപ്പിച്ച് കാണും. നാവ്, നമ്മുടെ ഓരോ അവയവം പ്രതി നോക്കണം. നമ്മുടെ ചുണ്ടുകൾ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ ഈ ശരീരം, ത്വക്ക്, ശരീരത്തിലുള്ളതായ തൊലി, ഇതെല്ലാം എല്ലായിടത്തും അശുദ്ധി പറ്റിയിട്ടുണ്ടാകും. ചിന്തിക്കുക. ഒരുപക്ഷെ ഇത് എല്ലായിടത്തും അശുദ്ധി പറ്റാത്തവർ കാണുമായിരിക്കും. പക്ഷേ ഏതായാലും തിന്മ പറ്റിയവരുണ്ട്. അവരാണ് നാം ഓരോരുത്തരും അങ്ങനെ പാവം പറ്റിയവരാണ്. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. എല്ലാ പാപവും കഴുകി തരുന്ന ഒരു പുണ്യാഹ രക്തമുണ്ട്. ഗോകുൽത്തായിൽ ചിന്തിയ രക്തം. ഗോകുൽത്തായിലെ മരക്കുരിശിൽ 3 ആണികളിൽ കർത്താവായ യേശു തൂങ്ങി കിടന്നപ്പോൾ കർത്താവിൻ്റെ ആ തിരുരാവിൽ നിന്നും, തൃക്കൈകളിൽ നിന്നും, കാലുകളിൽ നിന്നും ഒഴുകി വന്നതായ ആ തിരുരക്തം, ഇന്നും ആ തിരുരക്തം ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ സ്വർഗത്തിലെ നിത്യനായ രാജാധിരാജൻ്റെ ആ തിരുരക്തമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സംസാരിക്കുന്നയാൾ വെറും കേവലം ഒരു പാവ മാത്രം. പാവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ടൊക്കെ ശക്തിയില്ല, സ്വന്തമായിട്ട് ചാടാൻ പറ്റുകയില്ല. പാവയെ ചാടിച്ചാൽ അത് ചാടും, അത്രയേ ഉള്ളൂ. പാവയാണ്. ഇന്നതുപോലെ വചനം പറയുന്ന ആരും പാവകളാണ്. വചനം പറയുന്ന ആർക്കും സ്വന്തമായി ശക്തിയില്ല. ഒരു വീട്ടിൽ അടുക്കളയിലേക്ക് വെള്ളം വരുന്നു, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്നു. അവിടെ ആ ടാപ്പിന് വെള്ളം ഉണ്ടാക്കാൻ കഴിവില്ല, അതുകൊണ്ട് വരുന്ന പൈപ്പിന് വെള്ളം ഉണ്ടാക്കാൻ കഴിവില്ല. അങ്ങകലെ ദൂരെ ഒരുപക്ഷെ മുകളിൽ എവിടെയെങ്കിലും ഒരു ടാങ്കുണ്ട്, ആ ടാങ്കിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വെള്ളം കിട്ടുന്നത്. അപ്പോൾ ആ പൈപ്പിൽ കൂടി വെള്ളം വരുന്നതേ ഉള്ളൂ. ഓർക്കുക, ഓരോ സുവിശേഷ പ്രസംഗകനും ഒരു കേവലം പൈപ്പിൻ്റെ മാത്രം, ഒരു പാവ പോലെ പൈപ്പ് മാത്രം. ആ പൈപ്പിൽ കേടുവരാതിരിക്കണം, അത്രയേ ഉള്ളൂ. ആ പൈപ്പിന് ഏതെങ്കിലും തരത്തിൽ തടസ്സം ഉണ്ടാകാതിരിക്കണം. എന്നാൽ അനേകം പേര് ഇതൊന്നും മനസ്സിലാക്കാതെ താങ്കൾക്ക് തോന്നിയതുപോലെ ഒരു വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാറണം. കർത്താവായ യേശുക്രിസ്തു നമ്മിൽ കൂടി സംസാരിക്കണം. ഈ പൈപ്പിൽ കൂടി ആ ജീവൻ്റെ ജലം ഒഴുകി ഓരോരുത്തർക്കും ലഭിക്കണം. ആവശ്യക്കാർക്ക് ഈ വെള്ളം കിട്ടണം. ഈ പൈപ്പിൽ കൂടി ഒഴുകി വരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പൈപ്പിന് ഒരു ഭാഗ്യമുണ്ട്. ഈ ജീവജലം ഒഴുകാൻ ഈ പൈപ്പ് കർത്താവ് ഉപയോഗിക്കാൻ തിരുമനസ്സായല്ലോ. എന്തുമാത്രം പൈപ്പുകളുണ്ട്. എന്നാൽ ജീവജലം ഒഴുകാനായിട്ട് ഈ പൈപ്പ് അവിടെ നിന്ന് ഉപയോഗിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങ് ദൂരെ ഒരു ട്രാൻസ്ഫോമർ ഇരിക്കുന്നുണ്ട്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ലൈൻ കറണ്ട് പാസ് ചെയ്യുന്നതായ വയർ വലിക്കുന്നു. അത് ആ വയറിന് കറണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അവിടെ മുറിക്കകത്തുള്ള സ്വിച്ചിനും കറണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ വയറിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു വന്ന് അത് നമ്മുടെ മുറിയിൽ പ്രകാശമായി വരുന്നു. ആ സ്വന്തമായിട്ട് ആ വയറിന് വെളിച്ചമുണ്ടാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ആ സ്വിച്ചിനും വെളിച്ചമുണ്ടാക്കാൻ സാധിക്കുകയില്ല. അങ്ങ് ദൂരെ ഒരു ട്രാൻസ്ഫോമറുണ്ട്. ആ ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഇത് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, കർത്താവായ യേശുക്രിസ്തു നമ്മെ വിശുദ്ധരാക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധരാക്കാൻ,
നിർമ്മലരാക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മെ കളങ്കമില്ലാത്തവരാക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ചിന്തിയതായ ആ തിരക്തം, ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തം, ആ രക്തമാണ് നമ്മുടെ അരികത്ത് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കാതുകളിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരക്തത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സ്തോത്രം. തിരക്തം ശബ്ദിക്കുമോ? നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. തിരക്തം ശബ്ദിക്കുന്നു. ആ തിരക്തത്തിൻ്റെ അത്ഭുത ശബ്ദമാണ് ഇന്ന് നിങ്ങളുടെ കാതുകളിൽ നിന്ന് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ തിരക്തത്തിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ടാണ് ബലഹീനനായി ഞാനിവിടെ ഇരിക്കുന്നത്. ആ തിരക്തത്തിൻ്റെ കൃപയുള്ളതുകൊണ്ടാണ് ഞാൻ ആയുസ്സോടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആയുസിനോട് പറയുകയുണ്ടായി, ഇപ്പോൾ എനിക്ക് ഒരു ഗ്രേസ് പീരീഡ് കിട്ടിയിരിക്കുകയാണ്. ഗ്രേസ് പീരീഡ് സാധാരണ ജൂലൈ മാസം 2-ാം തീയതി ആണ് ബർത്ത്ഡേ എങ്കിൽ, ജൂലൈ മാസം 2-ാം തീയതിയാണ് ബർത്ത്ഡേ എങ്കിൽ ആ വർഷം മുഴുവനും മാർച്ച് 31 വരെ ജോലി ചെയ്യാം. അത് എനിക്ക് ജനുവരി 13-ാം തീയതിയാണ് എൻ്റെ ജന്മദിനം. പക്ഷേ ഞാൻ ജനുവരി 13-ാം തീയതി ഞാൻ റിട്ടയർ ചെയ്തില്ല. ഞാൻ മാർച്ച് 30-ന് റിട്ടയർ ചെയ്തത്. അപ്പോൾ റിട്ടയർ ചെയ്യേണ്ട ആ സമയം, പ്രായം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള സമയം ഗ്രേസ് പീരീഡാണ്. എന്നതുപോലെ ഞാനിപ്പോൾ ഒരു ഗ്രേസ് പീരീഡിലാണ്. ഗ്രേസ് പീരീഡ്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് അറിയാതെ എൻ്റെ നാവിൽ ഒന്നുപോയ ഒരു വാക്കാണ് ഗ്രേസ് പീരീഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ തിരക്തം നിങ്ങൾക്കൊരു ഗ്രേസ് പീരീഡ് തരികയാണ്. ഗ്രേസ് പീരീഡ്. സ്തോത്രം. നമുക്കെല്ലാം ഗ്രേസ് പീരീഡ് തരികയാണ്. എന്നേ പോകേണ്ടവരായിരുന്നു നാം. നിങ്ങൾ ചിന്തിക്കണം, ഗ്രേസ് പീരീഡ് തന്നിരിക്കുകയാണ്. എന്തിനാണത്? നിങ്ങൾക്ക് ആയുസ് നേടി തന്നത് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനാണ്, കർത്താവിൻ്റെ ഒരു വിശുദ്ധനാകാനാണ്, കർത്താവിൻ്റെ ശുദ്ധിമതിയാകാനാണ്. അതിനുവേണ്ടി ഗ്രേസ് പീരീഡ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഇപ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, നീ വന്നിട്ടുണ്ടല്ലോ, എന്നെ നിന്റെ രക്തത്താൽ ഇന്നൊന്ന് കഴുകണമേ. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ എല്ലാ പാപവും നിന്റെ രക്തത്തിൽ കഴുകി തരണമേ. കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും ഇപ്പോൾ എന്നെ കഴുകി വെടിപ്പാക്കി വിശദീകരിക്കാൻ തിരുമനസ്സാകണമേ കർത്താവേ. അനേകം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എന്തെല്ലാമാണ് ഓർക്കുമ്പോൾ പേടിയാകുന്നു കർത്താവേ, ഓർക്കുമ്പോൾ പേടിയാകുന്നു. ഇതൊക്കെ എൻ്റെ മേൽ കണക്കിടുന്നു എന്ന് വന്നാൽ ഞാൻ എങ്ങനെ നിൽക്കും? ന്യായവിസ്താര ദിവസത്തിൽ ഞാൻ എങ്ങനെ തിരുമുമ്പിൽ വന്ന് ഞാൻ നിൽക്കും? എൻ്റെ കർത്താവേ, അതുകൊണ്ട് ഞാൻ നിന്നോട് യാചിക്കുകയാണ്. കർത്താവേ, എന്നോട് മനസ്സിലെയ്യണം, നീ എന്നെ അനുഗ്രഹിക്കണം. കർത്താവേ, ഇപ്പോൾ നിന്റെ തിരക്തത്താൽ എന്നെ നീ ഒന്ന് കഴുകി വെടിപ്പാക്കണം. കർത്താവേ, ഒരു പുതിയ കഴുകൽ കിട്ടാതെ എന്നെ ഇവിടെ പറഞ്ഞയക്കരുതേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു പുതിയ കഴുകൽ, ഒരു പുതിയ സൃഷ്ടിയാവുന്ന അനുഭവം, ഒരു പുതിയ അനുഭവം നിങ്ങൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണെന്ന് കാണുന്നത്? ഈ കന്യക ശുദ്ധിയുള്ളവളാണ്. സലോമി എന്ന് പറയുന്ന കന്യക ശുദ്ധിയുള്ളവളാണ്. അവൾ എങ്ങനെയുള്ളവളാണ്? അരുണോദയം പോലെ ശോഭയുള്ളവളാണ്, ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ളവളാണ്, സൂര്യനെ പോലെ നിർമ്മലതയുള്ളവളാണ്, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളവളാണ്. സ്തോത്രം. 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഈ കന്യക, അവളെക്കുറിച്ച് പാടുകയാണ്. അവളെക്കുറിച്ച് പാടുന്നത് എങ്ങനെയാണ്? ഈ കന്യക അരുണോദയം പോലെ ശോഭയുള്ളതാണ്. അരുണോദയം, സൂര്യോദയം പോലെ ശോഭയുള്ള. ഇരുൾ മാറി പ്രകാശം കടന്നു വരുന്നു. ഇരുൾ മാറി, ആ രാത്രിയുടെ ഇരുൾ മാറി പ്രകാശം കടന്നു വരുന്നു. അരുണോദയം, സൂര്യൻ ഉദിക്കുന്നു. അതുപോലെ ശോഭയുള്ളതാണ്. ഉദയസൂര്യനെ കാണുന്നത് സന്തോഷമാണ്. സൂര്യൻ ഉദിക്കുന്നത് കാണുന്നത് ഒരു രസകരമായ അനുഭവമാണ്, മാധുര്യമാർന്ന അനുഭവമാണ്, നല്ല സന്തോഷകരമായ അനുഭവമാണ്. സൂര്യോദയം പോലെ ശോഭയുള്ളവൾ. ദൈവത്തിൻ്റെ സ്തോത്രം. സഹോദരങ്ങളെ, എന്താണ് ശോഭ? നാം പറയുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന സൗന്ദര്യമല്ല, വേഷപ്പകിട്ടല്ല, ഏതെങ്കിലും തരത്തിലുള്ള താടിമൊഴികളല്ല. എന്താണ് സൗന്ദര്യം? സൗന്ദര്യം വിശുദ്ധിയാണ്, സൗന്ദര്യം സ്നേഹമാണ്. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ജീവിതം വിശുദ്ധമാണോ? എൻ്റെ ജീവിതം സ്നേഹമാണോ? അരുണോദയം പോലെ ശോഭയുള്ളതാണോ എൻ്റെ ജീവിതം? അരുണോദയം പോലെ സൗന്ദര്യമുള്ളതാണോ എൻ്റെ ജീവിതം? പുറമേയുള്ള സൗന്ദര്യത്തിന് ദൈവസന്നിധിയിൽ വിലയൊന്നുമില്ല. ചിലർ പുറമേ കാണാൻ ആകാര സൗഷ്ഠമുള്ളവരായിരിക്കും, എന്നാൽ വേറെ ചിലർ അതുപോലുള്ളതായ സൗന്ദര്യത്തൊക്കെ ഒന്നും പുറമേ കാണുകയില്ല. പക്ഷേ ദൈവം നോക്കുന്ന അകത്തെ അനുഭവമാണ്. യഹോവ ഹൃദയങ്ങളെ നോക്കുന്നു, യഹോവ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു, യഹോവ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു. ദൈവം നോക്കുന്ന നമ്മുടെ അകത്തെ അനുഭവമാണ്. നമ്മുടെ ഹൃദയം സ്നേഹമുള്ളതാണോ? നമ്മുടെ ഹൃദയം ആർദ്രതയുള്ളതാണോ? നമ്മുടെ ഹൃദയം വാത്സല്യമുള്ളതാണോ? നമ്മുടെ ഹൃദയം ആരുടെയും സങ്കടത്തിൽ സങ്കടപ്പെടുന്നതാണോ? വേറൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണോ? നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? ആരെയെങ്കിലും ഉപദ്രവിക്കുന്നതിന് ബന്ധപ്പെടുന്ന ദുസ്വഭാവമുള്ള ഹൃദയമാണോ? ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും വേദന വരുത്തിയിട്ടുണ്ടോ? ഈ ഹൃദയം, എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണ്? എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? ഈ ഹൃദയം ഇന്ന് സൗന്ദര്യമുള്ളതല്ല. കർത്താവേ, ഞാൻ പുറമേ നല്ല വേഷപ്പെട്ടിട്ട് നടന്നാലും എൻ്റെ ഹൃദയം അതാണ് നീ നോക്കുന്നത്. നോക്കുമ്പോൾ സൗന്ദര്യമുള്ളതല്ല എന്ന് നാം തിരിച്ചറിയുക. കർത്താവേ, അരുണോദയം പോലെ ശോഭയുള്ളവൾ, അരുണോദയം പോലെ സൗന്ദര്യമുള്ളവൾ, അങ്ങനെ ആയിരിക്കണമേ കന്യക. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം, കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ഹൃദയം ഇന്ന് വിശുദ്ധമാക്കി തരണമേ, സൗന്ദര്യമുള്ളതാക്കി തരണമേ. ഹൃദയത്തിൻ്റെ സൗന്ദര്യം, സ്നേഹവും വിശുദ്ധിയും അത് ഹൃദയത്തിലുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. സ്നേഹമുണ്ടോ? ആർദ്രതയുണ്ടോ? ഒരാൾ സങ്കടപ്പെടുമ്പോൾ അവിടെ ചേർന്ന് കരയാൻ പറ്റാറുണ്ടോ?
സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം, കരയുന്നവരോട് കരയണം. ആരെല്ലാം കരയുന്നുണ്ട്? നമ്മുടെ ഹൃദയം തരളിതമാകണം, നമ്മുടെ ഹൃദയത്തിലും കരച്ചിൽ വരണം. ആരെല്ലാം സന്തോഷിക്കുന്നുണ്ട്? ആ സന്തോഷത്തിൽ പങ്കുചേരണം. ഒരാൾക്ക് നന്മ വരുമ്പോൾ അതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ നന്മകളോ അനുഗ്രഹങ്ങളോ വരുമ്പോൾ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. നേരെ മറിച്ച് അവിടെ നമുക്ക് അത് അതൃപ്തികരമായി പോയാൽ അത് അസൂയയാണ്, അത് ദോഷമാണ്, അത് ദൈവം വേദനിക്കുന്ന ഭാവമാണ്. ദുഷ്ടനായ പൈശാചികൻ്റെ അന്നത്തെ ആദ്യത്തെ തിന്മ അസൂയയാണ്. അസൂയ നമ്മുടെ ജീവിതത്തിൽ വരരുത്. എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളണം. ആരുടെയും വളർച്ചയിലും ഉയർച്ചയിലും നാം സന്തോഷിക്കണം. ആരെങ്കിലും ഉയരുക, വളരുക, അവർ ഒന്നുകൂടി നന്നായി വരിക, അല്ലെങ്കിൽ അവർ ഒന്നുകൂടി ധനസ്ഥിതി നന്നാകുക, ഐശ്വര്യം ഉണ്ടാകുക, നാം സന്തോഷിക്കണം. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം, കരയുന്നവരോട് കരയുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ജീവിതം അരുണോദയം പോലെ ശോഭയുള്ളതാണോ എന്ന്, പ്രകാശമേതുരമാണോ എന്ന്. പ്രകാശത്തിൻ്റെ ശോഭയുള്ളത് ആണോ എന്ന് നിങ്ങൾ നോക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ ഹൃദയം നിർമ്മലമാണോ? എൻ്റെ ഹൃദയം നിഷ്കളങ്കമാണോ? അതിൽ വ്യാജഭാവമുണ്ടോ? കാപട്യമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ളതായ തിന്മയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ളതായ അശുദ്ധ വികാരങ്ങളുണ്ടോ? മ്ലേച്ഛമായ മോഹങ്ങളുണ്ടോ? ചിന്തിക്കൂ, കണ്ടുപിടിക്കാം. എന്നിട്ടോ എന്ത് ചെയ്യണം? കർത്താവേ, ഇത് ഇപ്പോൾ അരുണോദയം പോലെ ശോഭയുള്ളതല്ല എൻ്റെ ജീവിതം. നമുക്ക് കണ്ടുപിടിക്കണം. അരുണോദയം പോലെ ശോഭയുള്ളതല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം വികൃതമാണ്. കർത്താവേ, തനിനിറം കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോകും. എൻ്റെ കർത്താവേ, എൻ്റെ തനി സ്വഭാവം കണ്ടാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോകും, ഞാൻ പേടിച്ചു പോകും. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ കഴുകിത്തരണം, തിരക്തത്താൽ കഴുകിത്തരണം, എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധമാക്കി തരണം. ദൈവത്തിന് സ്തോത്രം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ? ശുദ്ധിക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ അരിയിലേക്ക് പോകണം. കുളിച്ചോ? കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ നാം കുളിക്കണം. തിരക്തത്താൽ നാം വാഷ് ഔട്ട് ചെയ്യണം. തിരക്തത്താൽ നാം കഴുകപ്പെടണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഗീതം ഒന്ന് പാടാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ? കുളിച്ചോ? കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചു. ശുദ്ധിയായോ നീ? പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചു. ശുദ്ധിയായോ നീ? കുളിച്ചോ? കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമപ്പോൾ നിഷ്കളങ്കമോനിൻ അങ്കി കുളിച്ചോ? കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹിമപ്പോൾ നിഷ്കളങ്കമോനിൻ അങ്കി കുളിച്ചോ? കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അനുഗ്രഹം തരാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കറകളും കഴുകാൻ യേശുവിന് മനസ്സാണ്. എല്ലാം കഴുകിത്തരും. കുഞ്ഞാടിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഓഗുൽത്തായിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഊനമില്ലാത്ത ദൈവ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന് കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തങ്ങളെ കഴുകട്ടെ. നിങ്ങൾ വാസ്തവമായി ആഗ്രഹിക്കണം, ഇപ്പോൾ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആന്തരികമായ ശോഭ മുഴുവൻ നശിപ്പിച്ചതായ പൈശാചികൻ്റെ ഛായ എനിക്ക് തന്നതായ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഇനിമേൽ ഞാനൊരു പുതിയ ജീവിതം നയിക്കും. ഇനിമേൽ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കും. ഇനിമേൽ നാഥ, നിൻ്റെ ഒരു അടിമയായി, നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായി, പ്രിയപ്പെട്ട ദാസിയായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. നീക്ക് തരുന്ന ആയുസ് മുഴുവനും വിശുദ്ധിയോടെ ഞാൻ ജീവിക്കും. എനിക്ക് തരുന്നതായ ആയുസ് മുഴുവനും സ്നേഹത്തോടെ ഞാൻ ജീവിക്കും. എനിക്ക് തരുന്ന ആയുസൊക്കെയും യേശുവിൻ്റെ സ്വഭാവത്തോടെ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ സ്വഭാവം അതാ ഞാൻ തീരുമാനിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. അതാ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ മേലൊന്ന് വയ്ക്കാമോ കർത്താവേ? എൻ്റെ തലമേൽ എൻ്റെ ശിരസിന്മേൽ നിൻ്റെ കരമൊന്ന് വയ്ക്കാമോ കർത്താവേ? എനിക്ക് യോഗ്യതയില്ല, ചോദിക്കാൻ അർഹതയില്ല, പറയാൻ യോഗ്യതയില്ല, അങ്ങനെ അപേക്ഷിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എങ്കിലും നീ കരുണയുള്ളവനാണല്ലോ, നീ സ്നേഹം മാത്രമാണല്ലോ. ഇപ്പോൾ നിൻ്റെ ആ തൃക്കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നാഥ, നിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ.
നിൻ്റെ മഹത്വമുള്ള രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്ത് എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ ബാലകമാർ ഉറ്റുനോക്കുന്ന ഈ മനോഹരമായ സദസ്സിലേക്ക് എൻ്റെ കർത്താവ് എഴുന്നള്ളി വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തീരുമാനമെടുത്ത ഓരോ മക്കളുടെയും ശിരസിൽ അവിടുത്തെ തൃക്കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്ത നെറ്റിമേൽ പുരട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടങ്ങളും പാപങ്ങളും മായ്ച്ച് കർത്താവെ നിത്യജീവൻ്റെ അവകാശികളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. അത് രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നു വീരുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും പറന്നു വീരാൻ തക്കണം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.